ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സ്പെഷ്യൽ മുട്ടക്കറിയുടേതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 4 കോഴിമുട്ട പുഴുങ്ങാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു, അതൊന്ന് പുഴുങ്ങി വരട്ടെ. ഇനി ഒരു 1/4 മുറി നാളികേരം ചിരവിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു 5 വെള്ളുള്ളി, പിന്നെ 2-3 കഷ്ണം പട്ടയും ഒരു 3 ഗ്രാമ്പും ചേർത്തു. പിന്നെ അതിലേക്ക് ഒരു 1/4 സ്പൂൺ പെരിഞ്ചീരകം ചേർത്തു. ഒരു 20ഓളം കുരുമുളക്. എന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ തേങ്ങ, വെള്ളുള്ളി, കുരുമുളക്, ജീരകം, പട്ട, ഗ്രാമ്പു. ഇപ്പം ഞാനത് ആ കോഴിമുട്ട പുഴുങ്ങിയതിന് ശേഷം തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഒരു ചീനച്ചട്ടി ഇത് അടുപ്പത്ത് വെച്ചു. തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് 1/2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം മുളക് പൊടിയും ഒരു അല്പം മഞ്ഞൾപ്പൊടിയും ഒരു അല്പം തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം ആ കോഴിമുട്ട അതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തിരിച്ചും മറിച്ചും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ നമ്മളെ ഈ മുട്ടക്കറിയിലെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ആ തേങ്ങ അരപ്പിൽ തന്നെയാണ് ഉള്ളത്. എല്ലാം ചേർന്ന് നല്ലൊരു മസാല അരപ്പ് തന്നെയാണത്. അപ്പോൾ മുട്ട ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ഞാൻ ആ ബൗളിലേക്ക് ഇതാ മാറ്റി കൊടുത്തു. ഇനി അതേ ചീനച്ചട്ടിയിലേക്ക് നമ്മൾ ഒരു 1.5 സ്പൂണ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എണ്ണ ചൂടാകുന്ന സമയത്ത് ഒരു 1/4 സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉലുവ എന്തായാലും ചേർക്കുക, നല്ലൊരു രുചിയായിരിക്കും. പിന്നെ ഒരു മീഡിയം സൈസ് സവോള പൊടിയായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ വഴന്ന് വരണം. ഇനി അതിലേക്ക് നമ്മൾക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റാം. അപ്പോൾ സവോള ഇഞ്ചി നല്ലതുപോലെ വഴന്നതിന് ശേഷം നമ്മൾക്കതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി കട്ട് ചെയ്ത് അതുകൂടി ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്ത് നമ്മൾക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ മുട്ടക്കറിക്ക്. ചപ്പാത്തിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. തക്കാളി നല്ലപോലെ വഴന്നു വന്നു. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾക്ക് അതിലേക്ക് 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ ഒരു 1/2 സ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നമ്മൾക്കൊരു നുള്ളുകൂടി ഞാനിത് മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് എരിവ് നന്നായിട്ട് വരും. ഈ മുളക് പൊടി ആ കുരുമുളകും നേരത്തെ 20ഓളം കുരുമുളക് ചേർത്തിട്ടുണ്ട്. അല്പം വെള്ളം ഒഴിക്കുക. എന്നിട്ട് ആ മസാല നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. കുറച്ച് കറിവേപ്പില കൂടി ഇതപ്പോൾ ചേർത്ത് കൊടുത്തു. അപ്പോൾ നല്ലപോലെ തിളച്ച് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ ആ തേങ്ങ അരച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരപ്പ് കൂടി ചേർത്ത് ആ മിക്സിയുടെ ജാറ് കഴിയ വെള്ളമെല്ലാം നമ്മൾ അതിലേക്ക് ചേർത്ത് കൃത്യമായിട്ട് നല്ല ഒരു പാകത്തിന് ആക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങോട്ട് ലൂസാക്കി എടുക്കേണ്ട, നല്ല കട്ടിക്കും അല്ലാതെ ഒരുവിധം തിക്കായ ഗ്രേവി. അപ്പോൾ നമ്മൾ നെയ്ച്ചോറിനും പൊറോട്ടയ്ക്കൊക്കെല്ലാം കഴിക്കാൻ പറ്റുന്ന അതേമാതിരിയുള്ള ഒരു തിക്കിന് നമ്മൾക്കിത് എടുക്കാം. ഇനി അതൊന്ന് അടച്ച് വെച്ചൊരു 4 മിനിറ്റ് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ മസാലയും തേങ്ങയെല്ലാം ഒന്ന് ശരിക്കൊന്ന് വെന്ത് വരട്ടെ. 4 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാ മസാലകളൊക്കെ വെന്ത് നല്ലൊരു മണമാണ് വരുന്നത്. ഇനി ഒരല്പം ചൂടുവെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്ത് 1 സ്പൂണ്. അപ്പോൾ നമ്മളെ ഗ്രേവി കറക്റ്റ് ലൂസ് ഈ പാകത്തിനിരിക്കട്ടെ. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് കോഴിമുട്ട ഫ്രൈ ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പറായുള്ള മുട്ടക്കറി. എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള മുട്ടക്കറി. ആ പെരിഞ്ചീരകവും വെള്ളുള്ളി എല്ലാം കൂടി നമ്മൾ അരച്ചുകൊണ്ട് തന്നെ നല്ലൊരു രുചിയാണ്, നല്ലൊരു മണമാണ്. മുട്ട ഇട്ടതിന് ശേഷം 2 മിനിറ്റ് കൂടി നമ്മൾ ലോ ഫ്ലെയിമിലിടുക. അപ്പോൾ അതിലേക്ക് മസാലകളൊക്കെ ചേർന്ന് നന്നായിട്ട് പിടിക്കും. നന്നായിട്ട് തന്നെ വരഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ആ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പോരാത്തൊരല്പം ഉപ്പ് കൂടി ഞാൻ ഇപ്പോൾ ചേർത്തു. എന്നതിന് ശേഷം അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ഫ്ലെയിം ഓഫാക്കി ഉടനെ തന്നെ ഒരു കൈപ്പിടി മല്ലിയില കൂടി അതിൻ്റെ മേലെ ചേർത്ത് കൊടുത്തു. അത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പർ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുട്ടക്കറി ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്നാലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാനൊന്ന് അടച്ച് വെച്ചൊരു 3-4 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഉണ്ടല്ലേ, നല്ല സൂപ്പറായിട്ട് വന്നില്ലേ. അപ്പോൾ ഞാനത് വേറെ ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.